പ്രവാചകനായ ഞാനും എന്റെ അനുയായികളായ നിങ്ങളും തമ്മിലുള്ള ഉദാഹരണം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. കമസലി റജുലിൻ ഇസ്തൗഖദ നാറാ, തണുപ്പുള്ള ഒരു രാത്രിയിൽ ചൂട് കായാൻ വേണ്ടി കുറച്ച് മരക്കൊള്ളികൾ കൊണ്ടുവന്ന് തീ കത്തിച്ച് തീ കായുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഒരു മനുഷ്യൻ കുറെ വിറക് കൊണ്ടുവന്ന് തീയിട്ടു. ആ തീ എന്തിനാണ്? തണുത്തു കോച്ചുന്ന ആ രാത്രിയിലെ തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അവിടെ തീയിട്ട് ചൂട് കായാൻ വേണ്ടി തീയിട്ട ഒരു മനുഷ്യനെ പോലെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ഉദാഹരണം. അങ്ങനെ തീ ഇങ്ങനെ കത്തി അവിടെ വെളിച്ചവും പ്രഭയും ചൂടുമായപ്പോ ഹത്താ ഇദാ അളാഅത് മാ ഹൗലഹു ജഅല അൽ ഫറാശു യതസാഖതു ഫീഹാ വഹാദിഹി അദ്ദവാബ്, കുറേ പാറ്റകള്, വെളിച്ചം കണ്ടാൽ ഓടി വരുന്ന പ്രാണികള് അതിന്റെ തീയിന്റെ ചുറ്റും ഇങ്ങനെ ഒരുമിച്ച് കൂടി. ഫജഅല യംഫീഹിന്ന ബിയദിഹി, ആ പാറ്റകൾ അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ തട്ടിമാറ്റുന്നുണ്ട്. ഇവിടേക്ക് വരല്ലത് തീയാണ്, ചൂട് എന്ന് വിചാരിച്ച് തണുത്തുറച്ചു നിൽക്കുന്ന രാവിൽ ചൂട് കായാൻ വേണ്ടി തീയിനോട് ഇഷ്ടപ്പെട്ട് ആ പാറ്റകൾ വന്ന് തീയിൽ വന്ന് വീഴുമ്പോ കൈകൊണ്ട് ആട്ടി മാറ്റുന്ന ആളെ പോലെയാണ് ഞാനെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുന്ന യഖ്തഹിമിന ഫയഖഅന ഫീഹാ, ഇങ്ങോട്ട് വരല്ലേ ഇത് തീയാണ് എന്ന് കൈകൊണ്ട് വകഞ്ഞു മാറ്റുമ്പോൾ ആ കൈയിനെ മറികടന്ന് ആ പാറ്റകൾ തീയിന്റെ അരികത്തേക്ക് വരികയും അവയുടെ പാവം ചിറകുകൾ കരിഞ്ഞ് ആ തീയിലേക്ക് അവകൾ വീഴുകയും ചെയ്യുകയാണ്. അലാ വ ഇന്നി മുംസികുൻ ബിഹുജസികും അനിന്നാർ, ജനങ്ങളെ നിങ്ങളുടെ ഊരക്ക് പിടിച്ച് നിങ്ങളുടെ അരയിലെ വസ്ത്രത്തിന് പിടിച്ച് നരകത്തിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ പിടിച്ചു വലിക്കുകയാണ്. വ അൻതും തഫ്ലിതൂന മിൻ യദയ്യ, എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കുതറി നരകത്തിലേക്ക് ഓടുകയാണോ? നരകം കണ്ട ആളാണ് ഞാൻ, സ്വർഗം കണ്ട ആളാണ് ഞാൻ. അള്ളാഹുവിന്റെ മലകൂത്തുസ് സമാ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് എന്റെ പടച്ചവന് ഇഷ്ടമെന്ന് അത് പറഞ്ഞു തരാൻ വന്ന പ്രവാചകന്മാരിലെ 1,24,000 അന്ത്യപ്രവാചകനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ നിങ്ങൾ എന്താണ് എന്റെ കയ്യിൽ നിന്ന് കുതിരയോടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. നമ്മളോട് അരുതെന്ന് പറഞ്ഞത് ലഹരിയും മദ്യവും വ്യഭിചാരവും തോന്നിവാസങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൈകൊണ്ട് തൊടാനോ കാണാനോ പിടിക്കാനോ അനുഭവിക്കാനോ പാടില്ലാത്തത് എന്തിനെ നിങ്ങൾ ഹലാലുകൾ ഒഴിവാക്കി ഹറാമിലേക്ക് പോകുന്നത് എന്ന് പുണ്യ റസൂൽ പറഞ്ഞത് ഈ തീ കത്തിച്ച ആളിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് നബി ഞങ്ങൾ വന്നത് എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, പടച്ചതമ്പുരാൻ നിങ്ങളെ സമാധാനത്തിന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ഈ ലോകം വളരെ പെട്ടെന്ന് അവസാനിക്കും. അസുഖമായി, വലിയ വലിയ അസുഖങ്ങളായി, അപകടമായി, പെട്ടെന്നുള്ള മരണമായി, ജീവനൊടുങ്ങി ആയുസ് അവസാനിച്ച് മണ്ണിലേക്ക് മടങ്ങുമ്പോൾ ഒരു പൊതുജീവിതത്തിന്റെ ആരംഭമാണ് മരണം. മരണം ഒരവസാനമല്ല, മരണം ഒരാരംഭമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബാ നബി തങ്ങൾ അതുകൊണ്ട് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വന്നവർ